സംസ്ഥാനത്ത് ഗുണ്ടകളുടെ വിളയാട്ടം മനുഷ്യരുടെ സ്വൈര്യ ജീവിതത്തിന് വെല്ലുവിളിയായി മാറുകയാണ്. ജനങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കേണ്ട പോലീസ് ക്രിമിനലുകളെ അമർച്ച ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നതാണ് ഗുണ്ടകൾ പകൽ വെളിച്ചത്തിൽ പോലും അഴിഞ്ഞാടാനുള്ള കാരണം. തിരുവനന്തപുരം കൈതമുക്കിൽ +1 വിദ്യാർത്ഥിയായ മകനെയും അച്ഛനെയും ഗുണ്ടാ നേതാവും കൂട്ടാളികളും തല്ലിച്ചതച്ചത് അവരുടെ വീടിന്റെ മുന്നിൽ വെച്ചാണ്. കുപ്രസിദ്ധ ഗുണ്ട തകരപ്പറമ്പ് കുട്ടന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂട്ടുപ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി. ആദ്യം പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട്. വെള്ളിയാഴ്ച രാത്രി 8:30യോടെയായിരുന്നു ആക്രമണം. മകനെ ട്യൂഷന് കൊണ്ടുപോയി മടങ്ങി വരും വഴിയിലാണ് രാജേഷിനെ ആക്രമിച്ചത്. 2 കാറുകൾ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഹോൺ അടിച്ചിട്ടൊന്ന് മാറി തരാൻ പറഞ്ഞിട്ട് അവർ മൈൻഡ് ചെയ്യാതെ അല്ല, നമ്മൾ ബൈക്കിലായിരുന്നു. പിന്നെ ഹോൺ അടിച്ചിട്ടൊന്ന് മാറ്റി തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ ഓടിക്കൊണ്ട് വന്നിട്ട് എന്താടാ എൻ്റെ ഫ്രണ്ടുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാടാ എന്ന് പറഞ്ഞിട്ട് എന്നെ മൃഗമായിട്ട് ഇടിച്ച്, അതായത് എൻ്റെ ബാക്കിൽ ഇടിച്ച് എന്നെ ഭയങ്കരമായിട്ട് ഇടിച്ചപ്പോൾ എൻ്റെ തല കറങ്ങി ഞാൻ വീണ. മോനെ അവരെടുത്തിട്ട് ചവിട്ടി തറയിട്ട് അവൻ്റെ നെറ്റിയിലൊക്കെ എടുത്തിട്ട് ചവിട്ടുന്നതാണ്. അച്ഛന് മർദ്ദനമേറ്റത് തടയാനെത്തിയ മകനെയും ഉതിരത്തല്ലി. എന്നെ അങ്ങനെ ഒന്നും പറയാതെ അടിച്ച്. 2 പേരും വേഗം ചാടി വന്ന് ഇവിടെ വണ്ടി കൂട്ടുകാരനെ സംസാരിക്കണമെന്ന് കണ്ടുവിടണമെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വണ്ടിയിൽ നിന്ന് ചവിട്ടിയിട്ടപ്പോൾ ഞാൻ ഇറങ്ങി. അപ്പോഴത്തേക്ക് വേഗം എന്നെ ആക്രമിക്കാൻ തുടങ്ങി. 2 പേരും കൂടെ ചേർത്ത് എൻ്റെ ഒരാൾ കൈ പിടിച്ച് വെച്ചിട്ട് മറ്റേ മോന്തക്കിട്ട് ചവിട്ടുമായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷെ ആരും അങ്ങനെ ഇടപെട്ടില്ല. എല്ലാവരും വിടറാന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് മോന്തയിലിട്ട് കുറേ തവണ ചവിട്ടി തന്നു. തൊട്ടു പിന്നാലെ സ്ഥലത്ത് പോലീസ് എത്തിയെങ്കിലും ക്രിമിനലുകൾ രക്ഷപ്പെട്ടു. പ്രതികളെ പിടികൂടാൻ ശ്രമിക്കാതിരുന്ന പോലീസ് കേസ് വേണമോ എന്ന് രാവിലെയും കുട്ടിയുടെ അമ്മയെ വിളിച്ച് അന്വേഷിച്ചു. എന്നോട് ചോദിച്ചു പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഒരു കൊച്ചു കുട്ടി അതിനെ ട്യൂഷൻ കഴിഞ്ഞ് കൊണ്ടുവരുന്ന കുട്ടിയെ ഇങ്ങനെ അടിക്കുമ്പോൾ പരാതി ഉണ്ടാവില്ലേ, അതെന്തെങ്കിലും ചെയ്തിട്ടാണോ? ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്കാണ് ഇതുണ്ടായത്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് പരാതി ഉണ്ടോ എന്ന്. അതിന് ചതച്ചരച്ച് അവിടെ ഇട്ടേക്കുവാണ്. അപ്പോൾ പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. പേര് പറഞ്ഞില്ല, എന്നോട് ചോദിച്ചത് അങ്ങനെയാണ്, പരാതി ഉണ്ടോ എന്ന്. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെയാണ് വഞ്ചിയൂർ പോലീസ് കുട്ടിയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തത്. ഉച്ചയോടെ പ്രധാന പ്രതി തകരപ്പറമ്പ് കുട്ടൻ എന്ന ശ്യാംകുമാറിനെ കസ്റ്റഡിയിലെടുത്തു. BSNL ജീവനക്കാരായ രാജേഷ് അയാളുടെ മകനെ മർദ്ദിച്ചു എന്ന് പറയുന്ന ഗുണ്ട തകരപ്പറമ്പ് കുട്ടൻ ശ്യാംകുമാർ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 308 കേസാണ്. കൂട്ടുപ്രതി ഉടൻ പിടിയിലാകുമെന്നാണ് പോലീസ് പറയുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുട്ടൻ ഗുണ്ടാ ലിസ്റ്റിലുമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.